ഞാൻ അന്വേഷിച്ചത് വെച്ച്, ഞാൻ സഭയുടെ നേതാക്കന്മാർ അതിന്മേൽ പ്രതികരിച്ചിട്ടില്ല, ഞാൻ അന്വേഷിച്ചത് വെച്ച് അദ്ദേഹം തന്നെ അവിടെ ചെന്ന് അദ്ദേഹം തന്നെ ആരെയും കൊണ്ട് ഒരു വീഡിയോ എടുപ്പിച്ചത് ലീക്ക് ചെയ്ത് കൊടുത്തതാണ്. അവിടെ സഭാപിതാക്കന്മാരായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല, സഭാപിതാക്കന്മാർ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. അവിടെ കാണേണ്ടത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ്. അദ്ദേഹം വി ഡി സതീശൻ തമ്മിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ വാർത്ത നേരിട്ട് നിങ്ങളെ അറിയിച്ചിട്ട് പോയാൽ അത് വലിയ വാർത്തയല്ല, അത് ലീക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ വാർത്തയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് നിങ്ങൾ കണ്ട ആ വീഡിയോ അദ്ദേഹം തന്നെ ആരെയും കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് പുറത്തു വിട്ടതാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയും. അവരുടെ ആരും അവിടെ സ്വാഭാവികമായിട്ടും സഭാ ആസ്ഥാനത്ത് ഏതൊരു നേതാക്കന്മാർ കയറി ചെന്നാലും അവർ സ്വീകരിക്കും, ഇരുത്തും. അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ക്രൈസ്തവ സഭയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു ആ സഭാ സന്ദർശനം. ഒരു സംശയം വേണ്ട, ഇത് എനിക്ക് വ്യക്തമായ കാര്യമാണ്. എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കണം. കാരണം ഇത്രയും വർഷമായിട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് 2023 റിപ്പോർട്ട് സമർപ്പിച്ചത്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ ഇതിൻ്റെ പേരിൽ പ്രതിരോധത്തിൽ ഇപ്പം വലിയ രീതിയിലുള്ള അതിനെതിരെയുള്ള സമരങ്ങളും കാര്യങ്ങളുമൊക്കെ സഭയും സംഘടനകളും ഒക്കെ നടത്തി വരികയാണ്. അപ്പം ഇത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയാവും. 28 ദിവസം കൊണ്ട് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്ന അന്നും ഇടതുപക്ഷ സർക്കാരാണ്, ES അച്യുതാനന്ദൻ സർക്കാരാണ്. അങ്ങനെ നടപ്പിലാക്കാൻ അറിയാവുന്ന ഒരു സർക്കാർ 3 വർഷമായ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിണറായി ഒരു കണ്ണിപ്പൊടിയിലാണ് നടക്കുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. ദീപിക അത്തരത്തിലൊരു മുഖപ്രസംഗം ഇന്ന് എഴുതിയതിൽ സന്തോഷമുണ്ട്. അത് കൃത്യമായി അതിനെ റിയലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു മുഖപത്രമാണ് ദീപിക എന്ന് എഴുതിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മറ്റേതെങ്കിലും ന്യൂനപക്ഷങ്ങളെ മറ്റ് എന്തെങ്കിലും ബാധിക്കുമോ, അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും, ആ റിസ്ക് എടുക്കാൻ പോലും ഒരു ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, എല്ലാവരും ബാലൻസ് ചെയ്യണം. ആ ചർച്ചയിലേക്ക് പോലും പോകാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മറ്റ് ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇത് മൂലം എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് നേരെ കടന്നുകയറ്റം ഉണ്ടാകുമോ എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ ചർച്ചകൾ വന്നാൽ അത് ഗവൺമെൻറ്റിനെ വോട്ടിനെ ബാധിക്കുമെന്നുള്ള ഭയപ്പാടാണ്. അതാണ് വ്യക്തമാണ്. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എന്തിനാണ് ഒരു റിപ്പോർട്ടിനെ, ഒരു കമ്മീഷൻ, ജുഡീഷ്യൽ കമ്മീഷനാണ്, ആ കമ്മീഷൻ റിപ്പോർട്ടിനെ എന്തിനാണ് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതിന് ഭയപ്പെടുന്നത്? അല്ല, വേർതിരിവെന്നുള്ളതല്ല. ഏത് സമൂഹത്തിനും അവരവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. അത് ചില ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ വർഗീയതയാവും, ചില ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് മതേതരത്വമാണ്. മതമാണ് പ്രശ്നമെന്ന് പറയുന്ന KM ഷാജി പറയുമ്പോൾ അതിന് വർഗീയതയില്ല, അത് മതേതരത്വം. തങ്ങളുടെ അവകാശങ്ങൾ ഇന്നതാണ്, ഞങ്ങൾക്ക് അർഹമായ അവകാശം ഇല്ല, കിട്ടിയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് വർഗീയതയാവും. ഇതാണ് പറയുന്നത്, ഇതിനെ ഓഡിറ്റ് ചെയ്യണം. കേരള സമൂഹം ഇത് ചർച്ച ചെയ്യണം. അത് വർഗീയപരമായിട്ടല്ല, അവനവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ സമുദായത്തിനും, അത് ഏത് സമുദായം, മുസ്ലിം സമുദായത്തിൻ്റെയും പിന്നാക്കാവസ്ഥ ഇനിയുമുണ്ട്, അതും പഠിക്കണം, അതിനും വേണ്ടത് കൊടുക്കണം. പക്ഷേ ഒന്നും മറ്റൊന്നിനെ ഖനിക്കാൻ പാടില്ല, ഒന്നും മറ്റൊന്നിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല. അതാണ് BJPയുടെ നിലപാട്. അല്ല, അത് മറുപടി പറഞ്ഞായിരുന്നു ചേട്ടൻ പുറത്തു പോയ സമയത്ത്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സന്ദർശനം അദ്ദേഹത്തിന് ആരും ചെല്ല, അവിടെ സന്ദർശനം നടത്തി, അവരാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അതിനകത്ത് നിർദ്ദേശങ്ങൾ ഇപ്പം നമുക്ക് അറ്റമൂലൊക്കെ ആയിട്ട് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പത്രക്കാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ അല്ലാതെ ഇതിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്താണിത് പ്രസിദ്ധീകരിച്ചാൽ കുഴപ്പം? എനിക്കും നിങ്ങൾക്കും ഇത് അവകാശമുണ്ട്, ഇത് അറിയാനുള്ള ആവശ്യമുണ്ട്. നമ്മുടെ പണം മുടക്കി സർക്കാർ നിയമിച്ച ഒരു കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്മേൽ ദോഷകരമായ കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റിവെക്കണം, ഞങ്ങളും കൂടാം. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെ എന്തിനാണ് സർക്കാർ
ഒളിച്ച് കളിക്കുന്നത്? അതാണ് ബി ജെ പിയുടെ ചോദ്യം. നമ്മൾ ചർച്ച ചെയ്യണം. അതിനകത്ത് പറഞ്ഞ മുഴുവൻ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നില്ല. ബി ജെ പിയുടെ നിലപാടതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും മറ്റൊന്നിനെ കണിക്കാൻ പാടില്ല. ഇതിനകത്ത് മറ്റൊരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് പാടില്ല. എന്നാൽ ജനസംഖ്യാനുപാതികമായി, ഇവിടെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ജനസംഖ്യാനുപാതികമായി ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് കിട്ടണം, ഇല്ലേ? കെ എം ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, 9.5 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങളെ തിരിച്ചു പിടിച്ച് സമുദായത്തിന് കൊടുക്കണം എന്ന് രാഷ്ട്രീയ നേതാവ് പറയുന്നത്, സമുദായ നേതാവല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അത് പറഞ്ഞാൽ അത് കേൾക്കാൻ രസമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സമുദായ നേതാവാണ്, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി അത് പറയുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. കോൺഗ്രസ് മിണ്ടുന്നില്ല, CPM മിണ്ടുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് വർഗീയതയും. അതിനെ BJP അനുകൂലിക്കുന്നില്ല. എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ വേണം. അത് മുസ്ലിം സമുദായത്തിനും വേണം.